ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ദോശയും പൊട്ടറ്റോ മസാലയും ചട്നിയായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മളെ കോക്കനട്ട് ദോശ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. കുറേ റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദോശ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്ന്. എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മളെപ്പോഴും ദോശ, ഇഡ്ഡലി, സാമ്പാർ, അത് പുട്ട് അങ്ങനെ കൊടുത്ത് നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നുമല്ലോ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിന് വെറൈറ്റി ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോ അരി ഞാൻ അളന്നെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ്, സെയിം ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് ഉഴുന്നും കൂടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന്, അതായത് ആ ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിക്കുക എന്നുള്ള, ഒരുപാട് വെള്ളം ആവണ്ട. കാരണം ഈ വെള്ളം നമ്മൾ ഇനി കളയില്ല, ഈ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ അരയ്ക്കുകയാണ് കേട്ടോ. അപ്പം അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഇത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രാത്രിയാണ് കേട്ടോ. രാത്രി വൈകിട്ട് ഒരു 5:30 ആയപ്പോഴത്തേക്കും നമ്മളിത് അരയ്ക്കാൻ പോവാണ്. അതിലേക്ക് ഞാൻ ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ നമ്മൾ അളന്നെടുത്ത, അതിന് തന്നെ ഒരു 1.5 ഗ്ലാസോളം ചോറാണ് ചേർത്തത്. ചോറിന് പകരമായിട്ട് നമുക്ക് വെളുത്ത അവലാണെങ്കിൽ ദോശയ്ക്ക് നല്ല വൈറ്റ് കളറും കൂടെ കിട്ടും കേട്ടോ. ഞാൻ ചോറാണ് ചേർത്തത്, മട്ടരിയുടെ ചോറ്. ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ഒരു 2 തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കോക്കനട്ട് ദോശ ആയതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ നന്നായിട്ട് വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ 2 നാളികേരം എടുത്തിട്ട്, 2 വലിയ നാളികേരം എടുത്തിട്ടുണ്ട്. ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിപ്പോൾ ഇച്ചിരി കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ രാവിലെയാണ് ദോശ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ദോശയുടെ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി എടുക്കണം. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉപ്പൊരിത്തിരി കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങയൊക്കെ അരച്ചതുകൊണ്ടേ, തേങ്ങയും ജീരകമൊക്കെ ചേർത്തതുകൊണ്ട് ഒരല്പം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരല്പം പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ 2 ദോശത്തട്ട് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മറ്റേ ദോശയുടെ പോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചൊന്നും ഇടേണ്ട കാര്യമില്ല. നമ്മളിതൊന്ന് അടച്ചു കൊടുത്തിട്ട് 2 വശം വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ആദ്യത്തെ ഇതിൽ മാത്രമേ ഞാൻ ഇങ്ങനെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുള്ളൂ. പിന്നെയൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് ചെയ്തത്. കാരണം നമ്മൾ നന്നായിട്ട് തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് ഇതിൽ ആ വെളിച്ചെണ്ണയുടെ ആവശ്യം വരണില്ല. ഒന്നാമത്തെ നമ്മൾ മറിച്ചിടുന്നില്ലല്ലോ. അപ്പം അത്രയും വെളിച്ചെണ്ണ കുറച്ചുള്ളിൽ ചെല്ലുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയ്ക്ക് ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. കാരണം ഈ പുളിക്കാൻ വയ്ക്കുന്നതുകൊണ്ട്, തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ പുളിക്കാൻ വയ്ക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് തോന്നിയില്ല എനിക്ക്. അതേ സമയത്ത് നമ്മൾ ഈ തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ അരച്ചപ്പം തന്നെ പുളിക്കാതെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇതിങ്ങനെ പുളിച്ച് വന്നപ്പോഴേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. ഞാൻ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ പറയണേ. പിന്നെ നമ്മൾ പൊട്ടറ്റോ മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉരുളിയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് അധികം, ഏതാണ്ട് 1 കിലോയോളം സവാള ഉണ്ട് കേട്ടോ. നമ്മൾ നീളത്തിൽ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അപ്പം അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് പെട്ടെന്ന് വേണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട, ഒന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആയി വന്നപ്പോഴത്തേക്കും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ 2 കിലോ പുഴുങ്ങി പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ചൂട് വെള്ളമാണ് കേട്ടോ. കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് തിളച്ച് കുറുക്കി വരണം അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊരു 10-60 ദോശ വേണമായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ടറ്റോ മസാലയുടെ കൂടെ ഈ ദോശ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. കൂടെ ആ ചട്നിയും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ അത് പൊട്ടറ്റോ മസാലയൊക്കെ ആയി വന്നപ്പോൾ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാനേ ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് ഞാനിവിടെ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ചുവന്ന ചട്നി, തേങ്ങയും മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഫൈനായിട്ടുള്ള തരിതരിപ്പോടെ അരച്ചെടുത്തു. അത് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വന്നപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് പോകാനായിട്ടൊരു ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 7:15 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കിയപ്പോഴേ ഇത്തിരി ലേറ്റായി. നമ്മൾ വേഗം തന്നെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് സോമചേട്ടൻ ദോശയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കറികളൊക്കെ പാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.